കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ലിത്വാനിയയിൽ നിന്നുള്ള സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിൻസ് കിങ്സ് ലിത്വാനിയൻ ഇറക്കുമതികളെ വെച്ചിട്ട് വേക്കൻസികൾ എമർജൻസി റിക്വയർമെന്റ് ഫില്ല് ചെയ്യുന്ന പരിപാടി നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ പയ്യനുണ്ടല്ലോ ഫെഡോ ചെർണിച്ചിനെ കൊണ്ടുവന്ന് ഫെഡോ ചെർണിച്ച് ഭയങ്കര കിടിലം വരവൊക്കെ ആയിരുന്നു. -15 ഡിഗ്രി ടു +35 ഡിഗ്രി കൊടും തണുപ്പിൽ നിന്നും അത്യുഷ്ണത്തിലേക്ക് വന്ന് ഗോളുകളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്ത് ക്വാളിറ്റി പ്രകടമാക്കിയ താരം തന്നെയായിരുന്നു. പക്ഷേ പുള്ളി ഇവിടെ നിലനിർത്താൻ നമ്മുടെ മാനേജ്മെന്റിന് തീരെ താല്പര്യമില്ലായിരുന്നു. സോ ലിത്വാനിയയിൽ നിന്ന് വന്ന് ചെർണിച്ച് പോയി. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ ബാധ ഒഴിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മിഖായൽ സ്റ്റെഹറയെ പുറത്താക്കിയിട്ട് ലിത്വാനിയൻ നാഷണൽ ടീമിന്റെ പഴയ അസിസ്റ്റന്റ് കോച്ചായിരുന്ന മിൻഡാക്കസ് കെപ്പാസ് എന്ന് പറയുന്ന ഒരു പരിശീലകനെ നിയമിക്കും എന്ന തരത്തിൽ ചില റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. 46 വയസ്സുകാരനായിട്ടുള്ള ഒരു പരിശീലകൻ 4-2-3-1 ഫോർമേഷനിൽ പ്രിയപ്പെട്ട ഒരു പരിശീലകനാണ്. ആള് യുവേഫ പ്രോ ലൈസൻസ് ഉള്ള താരം തന്നെയാണ്. ലിത്വാനിയയിൽ നിന്നുള്ള താരമാണ്. സോ കരോളിൻസ് കിങ്സ് ലിത്വാനിയയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു റൂമറിനകത്ത് ചെറിയ ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. കാരണം നിലവിൽ അദ്ദേഹത്തിന് FA സിയാൽവൈ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ടാണ് കോൺട്രാക്ട്. വരുന്ന ഡിസംബറോടുകൂടി ആ പരിശീലകന്റെ കോൺട്രാക്ട് അവിടെ അവസാനിക്കുമ്പോൾ ഈ ഒരു ലിത്വാനിയൻ പരിശീലകനെ കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല. പ്രചരിക്കുന്ന റൂമറുകളും സ്ഥിതിവിശേഷങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പറ്റിയൊരു തള്ളുന്നില്ലടേ. ഇങ്ങനെ ഒരു മിൻഡാക്കസ് കെപ്പാസ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനാകാൻ ലിത്വാനിയയിൽ നിന്നും ഒരു റൈറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നടക്കുന്നില്ല.